പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനിൽ നിന്നും എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ് ആദർശ്. നാഗേന്ദ്രനല്ല തെറ്റ് ചെയ്തത് എന്നുള്ളതും ജലജയാണ് തെറ്റ് ചെയ്തത് എന്നും ജലജയ്ക്ക് വേണ്ടി അത് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളതും അത് മുത്തശ്ശൻ അറിയാതെയാണ് പുറത്താക്കിയത് എന്നുമുള്ള സത്യം ആദർശ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനോട് ചെറിയൊരു സഹതാപമൊക്കെ തോന്നിയിരിക്കുകയാണ്. പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് മുത്തശ്ശനോട് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു ടെൻഷനിലാണ് ആദർശ് നിൽക്കുന്നത്. പക്ഷേ ജലജയെ വെറുതെ വിട്ടാലും പറ്റില്ല. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് ചോദ്യം ചെയ്തേ പറ്റൂ എന്ന് ഉറപ്പിച്ചിട്ട് ആദർശ് ജലജയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പിന്നീട് വീട്ടിലെത്തിയിട്ട് നേരെ പോകുന്നത് ജലജയുടെ അടുത്തോട്ടാണ്. ജലജയുടെ അടുത്തോട്ട് വന്നപ്പം ജലജ ചോദിക്കുന്നുണ്ട്, ഇതാര്? നീ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ സംസാരിക്കാനോ ഒന്നും വരാറില്ലല്ലോ, നിൻ്റെ ഭാര്യ തടഞ്ഞത് കൊണ്ടാവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ അങ്ങനെ ആരെയും സംസാരിക്കരുത് എന്നൊന്നും പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നവളല്ല. നിങ്ങൾക്കൊക്കെ ആണല്ലോ അത്തരത്തിലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, നാഗേന്ദ്രൻ്റെ പേര് പറയുമ്പോൾ അപ്പച്ചി വല്ലാതെ പേടിച്ച് നിൽക്കുന്നത്. നിങ്ങൾ പേടിക്കാനുള്ള കാരണം എന്താ, അതെന്നോട് പറ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനെന്തിനു പേടിക്കുന്നു? എന്തായാലും സ്വന്തം അച്ഛൻ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ എൻ്റെ മക്കളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് അവരെ മക്കളെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇഷ്ടമല്ല, അതിനെക്കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ലാതെ മറ്റൊന്നല്ലല്ലോ, നിങ്ങൾ എന്തൊക്കെയോ ഭയക്കുന്നുണ്ടല്ലോ, നാഗേന്ദ്രനെ പേടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് അയാളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് നീ എന്തിനാ അറിയുന്നത്, അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതിപ്പോൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് അപ്പച്ചി തന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജയോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഒരു ജർമ്മൻ സ്വർണം കൊണ്ടുവന്നിരുന്നല്ലോ, അത് അടിച്ചു മാറ്റിയിരുന്നത് നിങ്ങളല്ലേ? നിങ്ങൾ സ്വർണ്ണക്കൊതിയെത്തി ആയതുകൊണ്ട് തന്നെ അത് നാഗേന്ദ്രനങ്ങളോട് പറഞ്ഞിട്ട് സോപ്പിട്ട് കൈക്കലാക്കുകയല്ലായിരുന്നോ? എന്നിട്ട് അത് നാഗേന്ദ്രനങ്ങൾ കൊണ്ടുവച്ച സ്ഥലത്ത് നിന്നും മാറ്റി വെക്കുകയും ലോക്കറിൽ കൊണ്ടുവയ്ക്കുകയും അത് കാണാതെ, അത് അന്നത്തെ ആ ഒരു ഡീലിൽ വെക്കാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നത് നാഗേന്ദ്രനങ്ങളിനല്ലേ? എന്നിട്ട് അച്ഛൻ്റെ മുമ്പിൽ അടി കൊണ്ട് നിൽക്കേണ്ട ഒരവസ്ഥയും ഉണ്ടായത് നിങ്ങൾ കാരണമല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആ അവസ്ഥ നിങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ചെയ്തത് എന്നുള്ളത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അച്ഛൻ പുറത്താക്കും, എനിക്ക് പേടിയാണ് നാഗേന്ദ്രനേട്ടാ, എനിക്ക് വേണ്ടിയിട്ട് നാഗേന്ദ്രേട്ടൻ ആ ഒരു കാര്യം ഏറ്റെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് നാഗേന്ദ്രൻ അങ്കിളിനെ നിങ്ങൾ കൊടുക്കുകയല്ലായിരുന്നോ? എന്നിട്ടൊക്കെ എടുത്ത് വന്ന് ആ ഒരു ഇത് അറിഞ്ഞപ്പോൾ മുത്തശ്ശൻ പുറത്താക്കിയ സമയത്ത് നിങ്ങളും കൂടെ അതിൻ്റെ കൂടെ നിൽക്കാതെ പുറത്താക്കുകയല്ലായിരുന്നോ, നിങ്ങൾ സുഖിച്ച് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ മണിയായിട്ട് നടന്നത് കണ്ടതുപോലെ ആദർശ് ജലജയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിഷേധിക്കാൻ നോക്കിയെങ്കിലും ആദർശ് ജലജയുടെ കഴുത്തിന് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും അതുപോലെ തന്നെ മിണ്ടരുത്, നിങ്ങൾ ഇനിയും എൻ്റെ മുന്നിൽ നിന്ന് അഭിനയിക്കേണ്ട, എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ അത് വീഴിക്കണമെന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പഠിച്ച കളിയാണ്. എന്തായാലും ഇത് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ട് നിങ്ങൾക്കുള്ള ശിക്ഷ വാങ്ങിത്തരും. നിങ്ങൾക്കുള്ള ശിക്ഷക്ക് അനുഭവിച്ചത് മുഴുവൻ ആ നാഗേന്ദ്രങ്ങളാണ്. എന്ത് വിദഗ്ധമായിട്ടാണ് അയാൾ തെറ്റുകാരനാണെന്നുള്ളത് നിങ്ങൾ മുദ്ര കുത്തിയിട്ട് അയാളെ അങ്ങ് പുറത്താക്കാൻ വേണ്ടി കൂട്ടുനിന്നതല്ലേ? ഇതൊന്നും എന്തായാലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ മക്കൾ വരെ ഇക്കാര്യത്തെക്കുറിച്ച് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെറുക്കുകയേ ചെയ്യുകയുള്ളൂ എന്നൊക്കെ ആദർശ് ജലജയുടെ മുഖത്ത് നോക്കി ചൂടായി പറയുകയാണ്. അപ്പോൾ ആദർശിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ട്, മോനെ നീ അവരോടൊന്നും പറയല്ലേ, എന്നെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വരും, പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നാഗേന്ദ്രങ്ങളും എന്നെ ഏറ്റെടുക്കത്തില്ല, നീ ഒന്നും അബദ്ധം ചെയ്യരുതേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വിട്ടുവീഴ്ച തന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്രയും അഹങ്കാരിയായത്, അഹങ്കാരത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തിൽ എനിക്ക് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. കാരണം ഇന്ന് മൂർത്തി ജ്വല്ലറി നിലം പതിക്കാനുള്ളൊരു കാരണം കൂടി നിങ്ങളാണ്. നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടാണ് അയാൾ ഞങ്ങൾക്കെതിരായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. അല്ലാതെ ഞങ്ങൾ ഒരു കാര്യവും ഒരു തെറ്റും അയാളോട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ഞാനും അയാളും ഒക്കെ ഒരുപാട് അനുഭവിച്ചു. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും പുറത്ത് പോകുമ്പോഴുള്ള സുഖം എന്താണെന്നുള്ളത് നിങ്ങളും കൂടെ അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിരൽ ചൂണ്ടി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ആദർശ്.